Hello friends, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് എല്ലാവർക്കും നമ്മുടേതായ നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത ചുരിദാർ അല്ലെങ്കിൽ സാരി ധരിക്കാൻ ആഗ്രഹമുള്ളവരാണ്. പലർക്കും ഉള്ളൊരു കംപ്ലൈന്റ് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല. ഇപ്പോഴത്തെ ബിസി ഷെഡ്യൂളിൽ ആർക്കും ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല. ഹാൻഡ് എംബ്രോയിഡറി ചെയ്യാൻ പലരും പറയുന്നുണ്ട്, ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു പക്ഷെ പകുതി വഴിക്ക് വെച്ചിരിക്കുകയാണ്, കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല എന്നുള്ളതൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ പെട്ടെന്ന് തന്നെ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഡിസൈനിങ് ടെക്നിക്കാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഹാൻഡ് എംബ്രോയിഡറി അല്ല ഞാൻ കാണിക്കുന്നത്, ഇന്ന് കാണിക്കുന്നത് ഫാബ്രിക് പെയിൻറ്റിംഗ് ആണ്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്യാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടൊന്നുമില്ല. ചിലവർക്കൊരു ധാരണയുണ്ട് അത് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ, പക്ഷെ അങ്ങനെയൊന്നുമില്ല. പെയിൻറ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ ബ്രഷൊക്കെ ആദ്യമായിട്ട് എടുക്കുന്നവർക്ക് വരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഡിസൈനിങ് ആണ് ഞാനിന്ന് കാണിക്കുന്നത്. അതിൻ്റെ അകത്ത് സ്ട്രോക്ക് വരയ്ക്കാൻ അറിയണമെന്നില്ല, അതുപോലെ തന്നെ കളർ മിക്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്യണമെന്നൊന്നും അറിയണം എന്നൊന്നുമില്ല. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ. രണ്ട് ബ്രഷും പെയിൻറ്റും മാത്രം മതി, നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും. ഞാനിപ്പോൾ ഈ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട് 1 hour എടുത്തോളൂ. നിങ്ങൾ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ എടുക്കുമായിരിക്കും. ഞാൻ 1 hour പോലും എടുത്തില്ല, അതിലും കുറവ് എടുത്തോളൂ. അപ്പം അത് റൗണ്ട് ചെയ്ത് 1 എന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു 1.5 അല്ലെങ്കിൽ 2 hours മാക്സിമം എടുക്കും, അത്രേ എടുക്കുകയുള്ളൂ. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഈ ഡിസൈൻ ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ തുണി മെറ്റീരിയൽ. ഇത് പ്യുവർ കോട്ടൻ്റെ മെറ്റീരിയലാണ്. ഒരു ബോട്ടിൽ ഗ്രീൻ കളറാണ് ഇതിൻ്റെത്. നെക്കിൽ ഞാനിങ്ങനെ യോക്ക് പോർഷനിൽ നെക്കിൻ്റെ നെക്ക് ലൈനായിട്ട് ഡിസൈൻ വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ലീവ്സ് താഴത്തോട്ട് സ്കാറ്റർ ചെയ്തും വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ലീവ്സിലൊക്കെ നമ്മൾ വൈറ്റ് കളർ പെയിൻറ്റാണ്, അക്രൈലിക് പെയിൻറ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് മേടിക്കുന്നത് ഇതുപോലത്തെ ബോക്സിലാണ് ഞാൻ മേടിച്ചത്. ഇതിൻ്റെ അകത്ത് 10 ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. ഞാൻ ആമസോണിൽ നിന്നാണ് മേടിച്ചത്. അപ്പോൾ അതിൻ്റെ കുറച്ച് നാൾ മുമ്പ് ഞാൻ മേടിച്ചത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും, ആമസോണിൻ്റെ ലിങ്ക്. ആവശ്യമുള്ളവർക്ക് അതിൽ കയറി മേടിക്കാം. പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ വൈറ്റ് ആൻഡ് ഒരു അക്രൈലിക് കളർ തന്നെ ഒരു ഒലീവ് ഗ്രീൻ കളറുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ 2 കളേഴ്സാണ് ഇതിൻ്റെ അകത്ത് കളർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ബ്രഷസ് ഞാൻ ബ്രഷിൻ്റെ സൈസ് പറയുകയാണെങ്കിൽ 6ഉം 3ഉം ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ 2 ബ്രഷാണ് ഞാൻ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കളർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഫാബ്രിക് പെയിൻറ്റ് ചെയ്യാൻ നേരത്ത് ഒന്നെങ്കിൽ തുണിയുടെ അടിയിലത്തെ ലെയറും കൂടെ കൂട്ടി വെക്കരുത്, അല്ലെങ്കിൽ നമ്മൾ കളർ ചെയ്യുമ്പോൾ താഴത്തെ ലെയറിലോട്ട് കയറി പിടിക്കും. ഒരു ടേബിളിൻ്റെ മേളിൽ നിവർത്തിയിട്ടിട്ട് പെയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. അതല്ല എന്നുണ്ടെങ്കിൽ അടിയിലൊരു പ്ലാസ്റ്റിക് ഷീറ്റോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ആ താഴത്തെ തുണിയായിട്ട് സെപ്പറേഷൻ എന്തെങ്കിലും കൊടുത്തിട്ട് പെയിൻറ്റ് ചെയ്താലും കുഴപ്പമില്ല. പിന്നത്തെ ഒരു ഓപ്ഷനാണ് ഫ്രെയിം ഇട്ട് വെച്ചിട്ട് തയ്ക്കുക. നമ്മൾ ഹാൻഡ് എംബ്രോയിഡറി തയ്ക്കുന്ന പോലെ തന്നെ റൗണ്ടിൽ ഫ്രെയിം ഇട്ടിട്ട് പെയിൻറ്റ് ചെയ്യുക. അപ്പോൾ പൊങ്ങിയാണല്ലോ ഇരിക്കുന്നത്, ആ കളറ് താഴത്തെ തുണിയിലോട്ട് പിടിക്കത്തില്ല. അപ്പം ഇങ്ങനെയുള്ള ഇതിലേതെങ്കിലും ഒന്ന് ചെയ്യണം പെയിൻറ്റ് ചെയ്യാൻ നേരത്തെ. അല്ലെങ്കിൽ നമ്മൾ വെറുതെ തുണി മടക്കിയിട്ടിട്ട് സെപ്പറേഷൻ ഒന്നും ചെയ്യാണ്ട് പെയിൻറ്റ് ചെയ്യുവാണെങ്കിൽ മേളിൽ പെയിൻറ്റ് ചെയ്യണതെല്ലാം താഴത്തെ തുണിയിലും കയറി പിടിക്കും. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കണം ഫാബ്രിക് പെയിൻറ്റ് ചെയ്യാൻ നേരത്തെ. പിന്നെ ഹാൻഡ് എംബ്രോയിഡറി ആയാലും ഫാബ്രിക് പെയിൻ്റ് ആയാലും എന്തായാലും ആദ്യം ഡിസൈൻ വരയ്ക്കുന്നതിന് മുമ്പ് ഒന്ന് അയൺ ചെയ്ത് നിവർത്തി കഴിഞ്ഞിട്ട് ഡിസൈൻ വരയ്ക്കുക. എന്നിട്ട് സ്ട്രെച്ച് ചെയ്ത് ഫ്രെയിം ഇട്ടിട്ട് വേണം ചെയ്യാൻ. രണ്ടും ഹാൻഡ് എംബ്രോയിഡറി ആയാലും ഫാബ്രിക് പെയിൻ്റ് ആയാലും രണ്ടും ചെയ്യുന്നതിന് മുമ്പ് തുണി നല്ലോണം തേച്ച് നിവർത്തിയിട്ട് വേണം ഡിസൈൻ വരയ്ക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആദ്യം ലീവ്സിന് വൈറ്റ് കളർ കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെയ്യാനായിട്ട് ഫ്രെയിം അല്ല ഇട്ടേക്കുന്നത്, താഴെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടിട്ടാണ് തുണി സെപ്പറേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ലീവ്സിനൊക്കെ വൈറ്റ് കളർ കൊടുക്കാം. വൈറ്റ് കളർ കൊടുക്കാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്ന ബ്രഷിൻ്റെ സൈസ് 6 ആണ് കേട്ടോ. ഇത് പുറത്തൊന്നും പോവാണ്ട് ഷേപ്പിൽ തന്നെ കളർ ചെയ്തെടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഫാബ്രിക് പെയിൻറ്റിങ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഒരു 2 മണിക്കൂറൊക്കെ ചിലവഴിച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്കിത് ഇത്രയും വലിയ ഡിസൈൻ ചെയ്ത് തീർക്കാൻ പറ്റും. ഇത് സിമ്പിൾ ഡിസൈൻസൊക്കെ എടുത്തേച്ചാൽ മതി. ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ മിക്സിംഗ് ഒന്നും പോവാണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയൊരു ഡിസൈനുമാണിത്. ഇപ്പോൾ ബ്രഷൊക്കെ പിടിക്കുന്നത് ഇങ്ങനൊരു സ്ലാൻറ്റിങ് പൊസിഷനിൽ വേണം വെക്കാൻ. ഇങ്ങനെ പിടിച്ച് ആരും പെയിൻറ്റ് ചെയ്യാൻ പോകരുത്, അതിനൊരു ഇത് ബുദ്ധിമുട്ടായിരിക്കും ചെയ്യുന്നവർക്കും. ഒരു സ്ലാൻറ്റിങ് പൊസിഷനിൽ വേണം
വെച്ചിട്ട് വേണം പെയിൻറ്റ് ചെയ്യാനായിട്ട്. ബ്രഷ് എപ്പോഴും അങ്ങനെ വേണം പിടിക്കാനായിട്ട്. പിന്നെ പെയിൻറ്റ് ചെയ്യാൻ നേരത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ കൈ തന്നെ മുട്ടിയിട്ട് ഇത് സ്പ്രെഡ് ആവാതെ കൈ മുട്ടി പിന്നെ നമ്മൾ കൈ എടുക്കുമ്പം ആ പെയിൻറ്റ് ആവശ്യമില്ലാത്ത സ്ഥലത്തും കൂടെ പെയിൻറ്റ് വരും തുണിയിൽ. അപ്പം അതും ശ്രദ്ധിക്കുക, നമ്മുടെ കൈയൊന്നും മുട്ടാതെ ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ ഇപ്പം ഞാൻ ഇവിടുന്ന് കൈ എടുത്തേക്കുന്നെങ്കിൽ അവിടെ നിന്ന് വേണമായിരുന്നു സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ കൈ മുട്ടാതെ അങ്ങോട്ടേക്കും പെയിൻറ്റ് ചെയ്ത് പോകണം. ഇത് കുറേ പേര് എന്നോട് ചോദിക്കും, ഫാബ്രിക് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കഴുകുമ്പോൾ വാഷ് ചെയ്യുമ്പോൾ പെയിൻറ്റ് പോകുമെന്ന്. പെയിൻറ്റ് പോകത്തൊന്നുമില്ല, അതൊരു കുഴപ്പമില്ല. തേക്കുമ്പോൾ മാത്രം മറിച്ചിട്ട് തേക്കണം, അല്ലെങ്കിൽ പെയിൻറ്റ് തേപ്പൂട്ടിയിൽ ഒട്ടിപ്പിടിക്കും, അയൺ ബോക്സിൽ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് തേക്കുന്ന സമയത്ത് മറിച്ചിട്ട് മാത്രമേ തേക്കാമുള്ളൂ. ഇതുപോലെ നമുക്ക് എല്ലാ ലീവ്സും വൈറ്റ് പെയിൻറ്റ് അടിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് അടുത്ത ഇതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ വൈറ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലീവ്സിൻ്റെയൊക്കെ നടുക്കേ കൂടെ ഒരു ഒലീവ് ഗ്രീൻ കളർ കൊടുക്കാം. അതിൻ്റെ കളർ കോഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാപ്പ് ഗ്രീൻ 21 എന്നാണ് അതിൻ്റെ പേരും. കോഡ് 21 വൈറ്റിൻ്റെ ആണെങ്കിൽ കോഡ് വൈറ്റ് 27 എന്നാട്ടോ പറയുന്നത്. ഞാൻ നേരത്തെ കാണിക്കാൻ മറന്നുപോയി. വൈറ്റ് 27 എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒലീവ് ഗ്രീൻ കളറ് നമുക്ക് ഈ ഓരോ ലീവ്സിൻ്റെയും സെൻറ്ററിൽ കൂടെ ഒന്ന് വരച്ച് കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുക്കുന്ന ബ്രഷ് നമ്പർ 3 ആണ്. അപ്പോൾ അത് ഇത്തിരി ടിപ്പിലെടുത്തിട്ട് സെൻറ്ററിൽ കൂടെ ലൈറ്റായിട്ട് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക. ഓരോ ലീഫിൻ്റെയും സെൻറ്ററിൽ കൂടെ ഇങ്ങനെ കൊടുക്കുക. ഇത് സെൻറ്ററിൽ കൂടെ വരയ്ക്കാനായിട്ട് 0 സൈസോ 1 അങ്ങനെയുള്ള കുഞ്ഞ് സൈസുള്ള ബ്രഷ് യൂസ് ചെയ്യുക. എന്നാലാണ് തിൻ ലൈൻസ് വരയ്ക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ ലൈൻ വരയ്ക്കാൻ നേരത്ത് ഒറ്റ സ്ട്രെച്ചിൽ തന്നെ ഫുള്ളും വരച്ച് തീർക്കാൻ നോക്കുക. അല്ലെങ്കിൽ നമുക്ക് പിന്നെ വരയ്ക്കുമ്പോൾ വളഞ്ഞു പോകാനും കൈ വരയ്ക്കാനൊക്കെയുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇതുവരെ തന്നെ ഫുൾ ലീവ്സിലും ഇതുവരെ ഉള്ളിൽ കൂടെ ഇതുവരെ ചെയ്ത് നമുക്ക് ഫിനിഷിങ് പ്രോഡക്റ്റ് ഇങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ നമ്മൾ ലീവ്സിൻ്റെ വെയിൻസ് എല്ലാം കഴിഞ്ഞിട്ട് ഇനി ലീവ്സിൻ്റെ ഔട്ട്ലൈൻ ആണ് വരയ്ക്കുന്നത്. നമ്മൾ പെയിൻറ്റ് എടുക്കുന്നത് ഭയങ്കര കെയർഫുള്ളായിരിക്കണം. എടുക്കുമ്പോൾ ഇതുപോലെ ടിപ്പിൽ മാത്രമേ എടുക്കാമുള്ളൂ. അതും ഒത്തിരി എടുക്കരുത്, കുറച്ച് എടുക്കാമുള്ളൂ. ഒത്തിരി ഇങ്ങനെ ബൾജ് ചെയ്ത് ഇങ്ങനെ എടുക്കരുത്. ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒത്തിരി ആയിട്ട് വരും. അതിപ്പോൾ ഇങ്ങനെ തൂത്ത് കളഞ്ഞ് ഒരു ടിപ്പിൽ ഇത്തിരി മാത്രമായിട്ട് എടുക്കാമുള്ളൂ. എന്നിട്ട് വേണം വരയ്ക്കാനായിട്ട് ഔട്ട്ലൈൻ. പിന്നെ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ വരച്ച് പോവുക. ഇതുപോലെ എല്ലാ ലീവ്സിനും ഇതുപോലെ തന്നെ ഔട്ട്ലൈൻ വരച്ച് നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. ഇതിന് ഈ പറഞ്ഞ പോലെ 0 സൈസ് അല്ലെങ്കിൽ 1, 2 അങ്ങനെയുള്ള സൈസിലുള്ള ബ്രഷ് എടുത്തേച്ചാൽ മതി ഇത് പെയിൻറ്റ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ വണ്ണം കൂടി പോവുകയില്ല, വരയ്ക്കുന്ന ലൈൻസിന് വീതി കൂടിപ്പോകും. പിന്നെ നല്ല ബ്രഷും വേണം ഉപയോഗിക്കാനായിട്ട്. ഇങ്ങനെ ചില ബ്രഷ് കുറച്ച് ഉപയോഗിച്ച് കഴിയുമ്പം ഓരോ ഇതും ഇങ്ങനെ പൊങ്ങി ഇരിക്കുന്നതുണ്ടാകും ബ്രഷിൻ്റെ ഇതെല്ലാം. അപ്പോൾ അത് അങ്ങനെയുള്ള ബ്രഷ് ഉപയോഗിച്ച് ഇങ്ങനത്തെ ബോർഡറൊക്കെ വരയ്ക്കുക, അല്ലെങ്കിൽ നടുക്കേ കൂടെ ഒരു ലൈനൊക്കെ ഉള്ളതാണെങ്കിൽ അങ്ങനത്തെ ബ്രഷ് ഉപയോഗിക്കരുത്. അപ്പം നീറ്റായിട്ട് വരത്തില്ല. അപ്പോൾ നമ്മൾ പെയിൻറ്റ് ചെയ്ത ടോപ്പ് തയ്ച്ചിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ ഈ ഡിസൈനിൻ്റെ ഈ ഒരു വിഡ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ഇഞ്ചാണ്. 2 ഇഞ്ച് വീതിയിലാണ് ഈ ഒരു നെക്കിൻ്റെ ബോർഡറായിട്ട് വരുന്നത്. പിന്നെ ഒരു 12 ലീവ്സ് സ്കാറ്റർ ചെയ്ത് ഇങ്ങനെ താഴത്തോട്ട് വീഴുന്ന മാതിരി പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ വൈറ്റ് ആൻഡ് ഗ്രീൻ ഒലീവ് ഗ്രീൻ കളറാണ് കൊടുത്തേക്കുന്നത്. ഇതിപ്പോൾ കോൺട്രാസ്റ്റ് കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഡോ അല്ലെങ്കിൽ ഓറഞ്ച് കളറോ ഒക്കെ ഇട്ടിട്ട് തയ്ക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. ഇത് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ്, ഇത് തയ്ക്കുമ്പോൾ ഷോർട്ടായിട്ട് തയ്ച്ചിട്ട് ടോപ്പായിട്ട് തയ്ച്ചിട്ട് പട്ടിയാല പാൻസ് ഒക്കെ ഇട്ടാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും എന്ന് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങളെങ്ങനെ വേണമെങ്കിലും തയ്ച്ചോ. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ വരുന്നത്. അപ്പം നിങ്ങൾ റെഡോ ഓറഞ്ചോ ഒക്കെയാണ് കൊടുക്കണമെങ്കിൽ ഇതുപോലെ തന്നെ നടുക്കേ കൂടെ അതിന് പറ്റിയ ഒലീവ് ഗ്രീൻ അല്ലെങ്കിൽ വേറെ ബ്രൈറ്റ് ബോട്ടിൽ ഗ്രീൻ കളർ
ത്രെഡ് അല്ല സോറി പെയിന്റ് ആണെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരച്ചാൽ ഭംഗിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.